ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ വെച്ചിട്ട് വിക്രമിനെതിരെ വേദം മൊഴി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്രത്തിന് ജാമ്യം കിട്ടുന്നില്ല. കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും. അതൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരികെ വരികയാണ് കേട്ടോ വേദ. അവിടെ ദേഷ്യത്തോട് കൂടിയിട്ട് കമലാമ്മയും അതുപോലെ നമ്മളെ നന്ദിനിയും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് വേദനെ കുറ്റപ്പെടുത്താണ്. അതിനുശേഷം വേദ അകത്തേക്ക് കയറി പോകുമ്പോൾ നന്ദിനി പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ കയറാനായിട്ടുള്ള എന്ത് അവകാശമാണോ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെൻ്റെ വീടാണ്, എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാണുന്നു വേദ പറയുമ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, വിക്രമിൻ്റെ ഭാര്യയായിട്ടല്ല നീ ഇവിടെ കയറി വന്നത്? ആ വിക്രമിനെ തന്നെ നീ ജയിലിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ, പിന്നെ എന്തിൻ്റെ അവകാശത്തിൽ ആരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇവിടേക്ക് കയറി വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് വരാനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരും. എന്നോട് ഈ വീട്ടിൽ കയറേണ്ട എന്ന് പറയാനുള്ള എന്ത് അവകാശമാണ് നന്ദിനി അടുത്തേക്കുള്ളത്? നന്ദിനി അടുത്ത് ഈ വീട്ടിലേക്ക് ഒരാളുടെ ഭാര്യയായി കയറി വന്നു, ഞാനും കയറി വന്നു. എൻ്റെ ഭർത്താവിനെ ഞാൻ ഇന്ന് വരെയും തള്ളി പറഞ്ഞിട്ടില്ല. ആ മരണം വരെ ഞാൻ എൻ്റെ വിക്രമിൻ്റെ ഭാര്യയായിട്ട് തന്നെ ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നൊക്കെ വെല്ലുവിളിയോട് കൂടിയിട്ട് നന്ദിനിയോട് പറയാൻ കേട്ടോ. കമലാമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടും പകയോടും കൂടിയിട്ടൊക്കെ തന്നെ വേദന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വിശ്വമുണ്ട്, ശ്രീജയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും നന്ദിനിയല്ല നമ്മുടെ വേദന കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.